الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, അഥവാ ഗൗരവതരമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സജ്ജനങ്ങളായ അടിയാറുകളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും ആകാശഭൂമികളെക്കാൾ വിശാലമായ അവന്റെ സ്വർഗീയാരാമങ്ങളിൽ ഒരുമിച്ച് കൂടുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിന്റെ 185 ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് താൽക്കാലികമായി ഒരു പരീക്ഷണാർത്ഥം പറഞ്ഞയക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനും നിങ്ങളും. ജീവിതത്തിന്റെ ഒരു മറുഭാഗം എന്നുള്ള നിലക്കാണ് മരണവും മരണാനന്തര ജീവിതവും നമ്മൾ കാണുന്നത്. ഈ അർത്ഥത്തിൽ ദിക്റുൽ മൗത്ത് അഥവാ മരണത്തിന്റെ ചിന്ത ഒരു സത്യവിശ്വാസിയിൽ എന്തൊക്കെ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത്. മനുഷ്യൻ എന്ന മലയാള പദത്തിന്റെ അറബി ഉപയോഗിക്കാറുള്ളത് ഇൻസാൻ എന്നാണ്. എങ്ങനെയാണ് ഇൻസാൻ എന്ന പദം വന്നത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരഭിപ്രായം മനുഷ്യന് നിസ്യാൻ ഉണ്ടാകാറുണ്ട്, മറവി ഉണ്ടാകാറുണ്ട്. മറവിയും ഓർമ്മയും മനുഷ്യന്റെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. മറവിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അവ മറന്നു പോകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. എനിക്ക് മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാലും പതുക്കെ പതുക്കെ മറവിയിലേക്ക് പോകുമ്പോഴാണ് ജീവിതത്തോട് നമുക്ക് താല്പര്യം തോന്നുന്നത്. വേണ്ടപ്പെട്ടവരുടെ മരണമാകാം, അതികഠിനമായ വേദനയാകാം, വേർപാടാകാം, അങ്ങനെ പലതുമാകാം. അപ്പൊ മനുഷ്യൻ മറവിയുള്ളവനാണ്. ഇങ്ങനെ മറവിയുള്ള മനുഷ്യന് നിരന്തരമായി ഓർമ്മിക്കണം എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്.
ആനന്ദങ്ങളെയും അനുഭൂതികളെയും ഇല്ലാതാക്കി കളയുന്ന അൽ മൗത്ത്, മരണത്തിന്റെ ചിന്തയെ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ എന്താണ് മരണം എന്ന് ചിന്തിക്കുകയല്ല മരണചിന്ത. മരണമെന്ന് പറയുന്നത് മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ അനിവാര്യമായും അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. പക്ഷെ ഒരു സത്യവിശ്വാസി തൻ്റെ മരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന അനേക ലക്ഷം സ്പീഷീസുകളെ പോലെ, പോത്തുകളെ പോലെ, പാറ്റകളെ പോലെ, പട്ടികളെ പോലെ, ആടുകളെ പോലെ മരിച്ച് മണ്ണടിയേണ്ടവനല്ല താനെന്ന ചിന്തയിലേക്കാണ് ആദ്യം എത്തുക. സൂറത്തു അൽ ബഖറയിൽ സത്യവിശ്വാസികളുടെ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന കൂട്ടത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ الذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. മുത്തഖീങ്ങൾ ആരാണ് എന്ന് അല്ലാഹു പറഞ്ഞിങ്ങനെ വരികയാണ്. അവർ നമസ്കരിക്കുന്നവരാണ്, ദാനം ചെയ്യുന്നവരാണ്, നാം നൽകിയതിൽ നിന്ന് ദാനം ചെയ്യുന്നവരാണ്. നിനക്കിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും നിനക്ക് മുമ്പിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് അവർ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ വബിൽ ആഖിറത്തി എന്ന പദം എത്തിയപ്പോൾ അല്ലാഹു അതുവരെ പറഞ്ഞു വന്ന പദമൊന്നു മാറ്റിയും യൂഖിനൂൻ എന്നാക്കിയെന്നാണ്. ഒരു സത്യവിശ്വാസിക്ക് മരണത്തെ പറ്റിയുള്ള ചിന്തയിൽ ആദ്യം വരേണ്ടത് മരണമെന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. പരലോകം ഉറപ്പാണ്. മരണാനന്തര ജീവിതം ഉറപ്പാണ്. മരിച്ചിട്ട് രണ്ടാമത് നമ്മൾ ഇതുപോലെ പിന്നെയും പുനരെഴുന്നേൽപ്പിക്കപ്പെടുകയോ, അതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറയുന്ന അനേകം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസി ഉറക്കെ പറയുന്നു മരണാനന്തര ജീവിതം ഉറപ്പാണ്. ആ ഒരു തലത്തിൽ നിന്നാണ് മരണചിന്ത ഒരു വിശ്വാസിയെ മാറ്റിയെടുക്കുന്ന. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്നും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞുവെന്നും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വചനം കഫാ ബിൽ മൗതി വാഇള. അപ്പൊ വയലൊക്കെ പണ്ട് കാലത്ത് 40 ദിവസമൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ വയല് സദസ്സൊക്കെ കുറഞ്ഞു. ഇപ്പൊ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളോട് നിരന്തരം വയല് പറയുന്നുണ്ട്. ഇനി ആരും വയല് പറയാനില്ലെങ്കിലും നിന്റെ ഉള്ളിൽ നിന്ന് നിനക്കൊരു വായിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നിന്നെ ഉപദേശിക്കുവാൻ ഒരാളുണ്ട്. അത് മൗത്താണ്, മരണമാണ്. അതെങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മുടെ ചിന്തയിലെ പ്രധാന ഭാഗം. ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നാണ്. ഒരു മനുഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് അന്ത്യനാളിലായിരിക്കും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അപ്പൊ മരണാനന്തര ജീവിതത്തിൽ സ്വർഗലബ്ധിയാണ് ഒരു വിശ്വാസിയുടെ വിജയം. അതാണ് ഗോൾ, അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉള്ളിൽ മരണം ചിന്തിക്കുമ്പോൾ വിജയത്തിന് വേണ്ടി നിരന്തരം അവൻ പണിയെടുക്കും. എല്ലാ കർമ്മങ്ങളും മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യും. അമലും ബിലാ ദിക്രിൽ മനിയതിലാ അസർ വബിദിക്രിഹാ ഹക്കൻ കളർബി മആവില, എന്ത് കർമ്മങ്ങളും ബിദിക്രിൽ മനിയ, മരണത്തിന്റെ ചിന്ത ഉണ്ടാകുമ്പോഴാണ് അത് പ്രതിഫലാർഹമാകുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പരലോകത്ത് കൂലി തരണേ എന്നതാണത്. അപ്പൊ എല്ലാ കർമ്മങ്ങളെയും സാർത്ഥകമാക്കുന്നത്, പ്രതിഫലാർഹമാക്കുന്നത് അത് ഈ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടണേ എന്നുള്ള ചിന്തയാണ്. ആത്യന്തികമായി മനുഷ്യന്റെ വിജയം സ്വർഗലബ്ധിയാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. രണ്ട് തലങ്ങളിലാണ് മനുഷ്യനെ അത് ഉപദേശിക്കുന്നത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മതമില്ലാത്തവൻ മരണചിന്ത കൊണ്ടൊന്നും നന്നാകാനൊന്നും പോകുന്നില്ല. മതമുള്ളവന് മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 2-3 തലങ്ങളുണ്ട്. ഒന്ന്,
മരണം എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനം. എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും റോഡിൽ തലയോട്ടി ചിന്നിച്ചെതറി നമ്മുടെ ജീവിതം തീരുമോ? നമ്മൾ കട്ടിലിൽ കിടന്നുറങ്ങി മരിക്കുമോ? അല്ലെങ്കിൽ റോട്ടിലോ ട്രെയിനിലോ കാട്ടിലോ പുഴയിലോ ആകാശത്ത് നിന്ന് വീണിട്ടോ പുഴയിൽ വീണിട്ടോ? ഒന്നൊന്നല്ല. അതൊക്കെ എങ്ങനെ മരിച്ചാലും അതൊന്നും ആത്യന്തികമായി വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന മാനദണ്ഡമല്ല. പിന്നെയോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് സഹാബികളെ ഉപദേശിക്കുന്നതായിട്ട് ഒരു ഹദീസിൽ വരുന്നുണ്ട്. സഹാബി പറയുന്നുണ്ട്, ഒരു പക്ഷി ഞങ്ങളുടെ തോളത്ത് വന്നിരുന്നാൽ പോലും പാറിപ്പോകാത്ത രൂപത്തിൽ ഞങ്ങൾ സാഗൂതം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മരണം സമാഗതമായാൽ അവനിലേക്ക് ആഗതമാകുന്ന മലക്കുകൾ ഉണ്ടാകും. ആ മലക്ക് അവനെ സമീപിക്കുന്ന രീതികൾ ഉണ്ടാകും. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോകുന്നത് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന് നഫ്സുൻ ത്വയ്യിബയോടെ ആയിരിക്കും, അതല്ലെങ്കിൽ നഫ്സുൻ ഖബീസയോടെ ആയിരിക്കുന്നതാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? റൂഹിന്റെ വേർപാടാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഹ് എന്ന് പറഞ്ഞാൽ ഇന്നും സയൻസിന് പിടികിട്ടാത്തൊരു സംഗതിയാണ്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അറിയില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് അള്ളാഹ് പറഞ്ഞ സംഗതിയാണ്. ആത്മാവ് എന്താണെന്ന് ഇന്നും പിടികിട്ടിയിട്ടില്ല. അതങ്ങ് വേർപെടുമ്പോ ഭൂമിയിൽ നമ്മളൊരു ബോഡിയായി കിടക്കും. ഡെഡായ ബോഡി, ഡെഡ് ബോഡി. അപ്പൊ അതാണ് മരണം. ആ മരണം എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ വേർപാടാണ്. അള്ളാഹു ഫിത്രത്തോടു കൂടി ഭൂമിയിൽ നമ്മളെ പറഞ്ഞയച്ചിട്ട് ആ ആത്മാവിനെ തിരിച്ചങ്ങ് കൊണ്ടുപോകുവാൻ മലക്കുകളെ പറഞ്ഞയക്കുമ്പോ അതാണ് മരണം എന്നാണ്. ആ മരണം രണ്ട് രൂപത്തിലുണ്ടാകുന്നതാണ്. ഏറ്റവും നല്ല മരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നഫ്സുൻ ത്വയ്യിബയെ ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന മലക്കുകളുടെ സമീപനമായിരിക്കുന്നതാണ്. അവിടെ ആ മനുഷ്യൻ ശാന്തനായിരിക്കും, ആ മനുഷ്യൻ സംതൃപ്തമായിരിക്കും. അവന്റെ ചുറ്റും അവന്റെ കുടുംബവും നാട്ടുകാരും ബന്ധുക്കളൊക്കെ മരിച്ചുപോയല്ലോ എന്ന വേർപാടിന്റെ വേദനയിൽ വിലപിക്കുന്നുണ്ടാകും. പക്ഷെ കിടക്കുന്ന മനുഷ്യൻ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ ശാന്തമായ ആത്മാവേ, മനുഷ്യന് ഇന്ന് കിട്ടാത്ത സംഗതിയാണ് ഒരു ശാന്തത, തുമൈനീനത്ത്, സമാധാനം. എങ്ങോട്ടും പിന്നെ ഓടാൻ. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചങ്ങ് കൊണ്ടുപോകുമ്പോഴും സമാധാനം ഇല്ലെങ്കിലോ നമുക്കൊക്കെ ഉള്ള ബേജാറാണ്. ഇന്ന് രാത്രി മലക്കുൽ മൗത്ത് എന്റെ അടുത്തേക്ക് വന്നാൽ എന്റെ മക്കളെന്താകും, എന്റെ ഭാര്യ എന്താകും, എന്റെ മാതാപിതാക്കൾ എന്താകും, എന്റെ ബിസിനസ്സുകളും എന്റെ പദ്ധതികളും ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്ലാനുകൾ എന്താകും? ഒരു സത്യവിശ്വാസിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ അള്ളാഹു എന്നിലൂടെ നടത്തി, നാളെ അള്ളാഹു വേറെ ആളുകളിലൂടെ നടത്തിക്കൊള്ളും. അതാണ് തുമൈനീനത്ത്, അതാണ് ശാന്തത. ആ ശാന്തതയിലേക്ക് ഒരു വിശ്വാസി വരണമെങ്കിൽ മലക്ക് വന്ന് പറയണം, നീ റാളിയത്താണ്, മർളിയത്താണ്. അള്ളാഹു നിന്നിൽ സാറ്റിസ്ഫൈഡ് ആണ്. പടച്ചോൻ നിന്നെ ഇഷ്ടപ്പെട്ടു. പടച്ചവനെ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിലോ അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും ഒരു മനപ്രയാസവും ഇല്ലാതെ ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു 5 രൂപ, ഒരു 500 രൂപ, ഒരു 5000 രൂപ കയ്യിൽ നിന്ന് ദീനിന്റെ മാർഗത്തിലാകട്ടെ, അതെന്ന് പറയപ്പെടാത്ത മാർഗത്തിലാകട്ടെ അങ്ങ് കൊടുക്കുമ്പോ ഒരു മനപ്രയാസമില്ലാതെ കൊടുക്കുന്നവനാണെങ്കിൽ എനിക്ക് അള്ളാഹ് തന്നോളും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവര് സമാധാനം ഉണ്ടാവും. അങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളെയും മനപ്രയാസമില്ലാതെ അംഗീകരിക്കുന്ന ഒരാൾ അവൻ സംതൃപ്തനായിരിക്കും. മലക്കവനെ വാനലോകത്തേക്ക് കൊണ്ടുപോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആത്മാവ് വാനലോകത്ത് സ്വാഗതം ചെയ്യപ്പെടും. വാനലോകത്ത് മുഴുവനും സുഗന്ധം പരക്കും. അവനെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള വരവായിരിക്കും ആ മലക്കുകളും ആ സ്വാഗതം പറച്ചലുമെല്ലാം. ഇതൊരു മരണമാണ്. ഇനി രണ്ടാമത്തൊരു മരണമുണ്ട്. ആ മരണം പോലീസ് അധികാരികൾ കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി വരുന്നത് പോലെയായിരിക്കും മലക്കുകൾ വരിക എന്നാണ്. പോകാൻ തയ്യാറല്ല, മരിക്കാൻ തയ്യാറല്ല, ഒരുങ്ങിയിട്ടില്ല. നാളെ ആക്കാൻ പറ്റുമോ, കുറച്ച് നീട്ടാൻ പറ്റുമോ, ഇതായിരിക്കും ചോദ്യം എന്നാണ്. അതൊന്നും നടക്കൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ ഖുർആൻ പറയാണ്, അവന്റെ മുഖങ്ങളിലും പാർശ്വഭാഗങ്ങളിലും അടിച്ചുകൊണ്ടായിരിക്കും, പ്രഹരിച്ചുകൊണ്ടായിരിക്കും മലക്കുകൾ ഏറ്റെടുത്ത് കൊണ്ടുപോവുക എന്നാണ്. കാരമുള്ളിൽ നിന്ന് പരുത്തി വലിച്ചെടുക്കുന്നത് പോലെ വേദനാജനകമായിരിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ പറ്റി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വബൈന യദൈഹി റക്വത്തുൻ ഫീഹൽ മാഹ്. വെള്ളമുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് ആ തൃക്കരങ്ങൾ ഇങ്ങനെ മുക്കി തന്റെ മുഖം തടവിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നലിൽ മൗതി സക്കറാത്ത്.
മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വെപ്രാളുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, മരണത്തിന്റെ വേദനയിൽ നിന്ന്, വെപ്രാളത്തിൽ നിന്ന് ഞങ്ങളെ നീ സഹായിക്കണേ. അപ്പോ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ രണ്ടാമത്തെ മരണം പോകാൻ കൂട്ടാക്കാതെ അടിച്ചും പ്രഹരിച്ചും വാനലോകത്തേക്ക്, അത് നഫ്സുൻ ഖബീസയാണ്, മോശപ്പെട്ട ആത്മാവ്. ആ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, തൗബ ഉണ്ടായിട്ടില്ല, തിന്മകളിലൂടെ കടന്നുപോയ ജീവിതമായിരിക്കും. പോകാൻ തയ്യാറല്ല. ചുറ്റുഭാഗത്തുമുള്ള ബന്ധുക്കളുടെ കരച്ചിലിനോടൊപ്പം അവനും കരയാൻ റബ്ബിർജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഒന്ന് പിന്തിച്ചേരുവോ ചോദിച്ചിട്ട് വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇതാണ്. രണ്ട്, എപ്പോഴാന്നറിയില്ല ചിന്തിക്കാന്നാണ്. SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാർച്ചിൽ ആ ഒരു പരീക്ഷ എന്നറിയാം. അതുകൊണ്ട് ജനുവരി പഠിച്ചാൽ മതി. ജീവിതത്തില് അങ്ങ് ഈ പരീക്ഷ അവസാനിക്കുന്ന ടൈം നമുക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും ആകാം. ഏതാരോഗ്യമുള്ളവരും പെട്ടെന്ന് കുഴഞ്ഞു വീഴാം. എത്ര രോഗിയും കാലങ്ങളോളം ജീവിക്കാം. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഈ രണ്ടാമത്തെ ചിന്തയും വളരെ പ്രധാനമാണ്. എപ്പോഴും ആകാം. അതുകൊണ്ട് എപ്പോഴും അതിനു വേണ്ടി തയ്യാറാകാന്നാണ്. ഏത് സമയത്തും പരലോകത്തേക്കുള്ള യാത്രയിൽ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുമ്പോ ഞാൻ ഒന്നുകൂടി ഒരുങ്ങട്ടെ എന്ന് പറയാൻ സത്യവിശ്വാസിക്ക് സമയം ഉണ്ടാവില്ല. അള്ളാഹു അതിന് സമയം തരൂല. ഈ രണ്ട് ചിന്തയുള്ള ആളുകൾക്ക് ഇത് വൻ വയലായിരിക്കും. ഓൻ 1 മണിക്കൂർ പ്രസംഗമൊന്നും കേൾക്കണ്ട. ഇന്ന് രാത്രി മലക്കുൽ മൗത്ത് വരുമോ ഇല്ലേ അറിയില്ലല്ലോ. വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോകാൻ ഇപ്പൊ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നവനായിരിക്കും അവരുടെ സത്യവിശ്വാസി. അതുകൊണ്ട് ഒരു രണ്ടാമത്തെ പ്രാർത്ഥന കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുക. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയായി സൂറത്ത് യൂസുഫിൽ അല്ലാഹു ഇത് പഠിപ്പിക്കാൻ ചില കാരണമുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തില് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കുറെ സംഗതികളുണ്ട്. എല്ലാ മനുഷ്യർക്കും ആ ആഗ്രഹങ്ങളിൽ പങ്കുണ്ടാവും. ഏത് മനുഷ്യനോട് ചോദിച്ചാലും ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ആഗ്രഹം ഉണ്ടാവും. അതിലൊന്ന് സമ്പത്താണ്, അല്ലെങ്കിൽ അധികാരമാണ്, അതല്ലെങ്കിൽ സൗന്ദര്യമാണ്. ഇതിഷ്ടപ്പെടാത്തൊരു മനുഷ്യനും ലോകത്തില്ല. ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോന് വേണം. അതിനുവേണ്ടി എന്ത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. സൗന്ദര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്നവരുണ്ട്. അധികാരത്തിന് വേണ്ടി ഏത് കുതന്ത്രവും പ്രയോഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം നൽകപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ദുനിയാവിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, കിട്ടേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയാണ് എന്ന് പഠിപ്പിക്കാനാണ്. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അല്ലാഹുവേ, എനിക്ക് അധികാരം തന്നു, എനിക്ക് പല കഴിവുകളും തന്നു, ഇതൊക്കെ നീ തന്നതാണ്. പക്ഷേ ഇഹലോകത്തും പരലോകത്തും നീയാണ് എന്റെ രക്ഷിതാവ്. അതുകൊണ്ട് തവഫനി മുസ്ലിമ, അള്ളാഹു എന്നെ മരിപ്പിക്കുമ്പോ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. നിരന്തരം നമ്മൾ ദുആ ചെയ്യണം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വലിയ മൗലവിമാരാന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകള് പടച്ചോനില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഉത്തരം കിട്ടാത്ത ചോദ്യം ഉണ്ടല്ലോ, എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, എന്തിന് ജീവിക്കുന്നു, ഇസ്ലാമിനോളം പോന്ന ഉത്തരം ലോകത്ത് മറ്റൊരു ദർശനത്തിനും മതത്തിനും ഒരു തത്വസംഹിതക്കും നൽകാത്ത കാലത്തോളം അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് മരിക്കുമ്പോഴും മുസ്ലിമായി മരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അങ്ങനെ മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദിക്റുൽ മൗത്തിൽ ഈ 2-3 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുക. ഒന്ന്, മരണചിന്ത എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള യാത്രയാണ് എന്ന് ഓർമ്മിക്കുക. 2, മരണം എങ്ങനെയെന്ന് നമുക്കറിയില്ല. എങ്ങനെ മരിച്ചാലും അള്ളാഹുവിന്റെ തൃപ്തിയോടെ മരിക്കാൻ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഒരാളുടെ അവസാന വാക്കാകും എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകണം. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എപ്പോഴാന്നറിയില്ല എന്നാണ്.
നന്നാകാൻ 2026 ജനുവരി തെരഞ്ഞെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലേക്ക് മാറ്റുന്നത് പോലെ, ജീവിതത്തിൽ ഒരു വിജയത്തിന്റെ ലക്ഷ്യമുള്ള ആൾക്ക് അത് നാളേക്ക് പറഞ്ഞ് മാറ്റിവെക്കാനൊന്നും പറ്റൂല. കാരണം ഇന്ന് നമ്മളെ തിരിച്ചുകൊണ്ടുപോകില്ല എന്നെന്ത് ഉറപ്പാണുള്ളത്? മനുഷ്യന്റെ ജീവിതം അത്രയേ ഉള്ളൂ. എത്രയോ ആളുകൾ നിങ്ങൾ ചുറ്റോട് ചുറ്റും കാണുന്നില്ലേ? ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് കുഴഞ്ഞു വീണാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഒക്കെ ജീവിതം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് വഴന്നൊന്നും ആവശ്യമില്ല, നമ്മൾ നന്നാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ദിക്റുൽ മൗത്ത് അഥവാ മരണത്തിന്റെ ചിന്ത ഒരു സത്യവിശ്വാസിയിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തേണ്ടത് എന്നതാണ് നാം ഇതുവരെ പറഞ്ഞത്. മരണത്തിന്റെ ചിന്തയാണ് നമ്മളോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. എന്നാൽ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 കാര്യം ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, എപ്പോഴും മരണം, പരലോകം, സ്വർഗം, നരകൊക്കെ പറയുന്ന ഈ മുസ്ലിം പണ്ഡിതന്മാര്, അവരുടെ വയലുകള് നമ്മളിൽ നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കല്ലേ ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഒരൊറ്റ ഹദീസ് മതി അതിനെ കൗണ്ട് ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങള് നാളെ ഖിയാമത്ത് നാളാണെന്ന് അറിഞ്ഞാൽ, നാളെ ലോകം അവസാനിക്കാന്നറിഞ്ഞാലും കയ്യിലുള്ളൊരു വിത്ത് നിങ്ങൾ നടണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞാൽ എന്താ? നിങ്ങൾ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നു, കച്ചവടം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഒരു മരം നടുന്നത് നാളെ അത് വലുതായി അതിന്റെ തണല് കിട്ടണം, ഫലം കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ? നിങ്ങൾ നാളെ മരിക്കുമെന്ന് ചിന്തിച്ചാലും ദുനിയാവിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കിയോ എന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ ഭൗതികമായി തളർത്തുന്ന ചിന്തയേ അല്ല ആഖിറം എന്ന് പറയുന്നത്. മറിച്ച് ദുനിയാവിൽ വഴിവിട്ടു പോകാത്ത, തളർന്നു പോകാത്ത ആത്യന്തിക വിജയത്തിലേക്ക് എല്ലാ കർമ്മങ്ങളെയും പര്യാപ്തമാക്കി തീർക്കുന്ന ഒരു ചിന്തയാണ്. അപ്പൊ ഒന്നാമത് ഇതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. മരിച്ചിട്ടിയാൽ മതിയായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വാർഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാതെ ഏറെക്കാലം പൈപ്പിട്ട് ഉള്ളിലേക്ക് ഭക്ഷണം കൊടുത്ത് പൈപ്പിട്ട് ഉള്ളിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്കിട്ട് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് ചിന്തിക്കുന്ന ചില ജന്മങ്ങളില്ലേ? സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ കുറച്ച് ആയുസ് നീട്ടിത്തരുമ്പോഴേക്ക്, ചെറുപ്പത്തില് നമ്മൾ കിടന്നേടത്ത് മൂത്രമൊടിച്ചതുപോലെ, കിടന്നേടത്ത് കാഷ്ടിച്ചതുപോലെ അള്ളാഹു തലതിരിച്ച് നമ്മുടെ പ്രകൃതം തരുമെന്ന് പറയുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആയുസ് അങ്ങോട്ട് നീട്ടിത്തന്നാൽ അത് വലിയ അപകടമായിരിക്കും. ബന്ധുക്കൾ നോക്കി മടുക്കും. നമ്മൾ തന്നെ പറയും ഒന്ന് മരിച്ചിട്ടിയാൽ മതിയായിരുന്നു. ഇനി അതല്ല കടം കൊണ്ടോ ദുരിതം കൊണ്ടോ മാനക്കേട് കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും, അടുത്ത് വാർത്തകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണോ, അല്ല മരണം കൂടിയതുകൊണ്ടാണോ എന്ന് അറിയില്ല, മുസ്ലിങ്ങളിൽ സ്യൂസൈഡ് അറ്റംപ്റ്റ് കൂടുതലായിക്കൊണ്ടിരിക്കുക. എന്താ അറിയില്ല പ്രിയപ്പെട്ടവരെ. പറയുന്നുണ്ട്, മരിച്ചു കിട്ടിയാൽ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഖൈറ് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്ക്, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കല്ലാ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു തുണ്ടൻ കയറിലും ഒരു കുപ്പി വിഷത്തിലും റെയിൽവേ ട്രാക്കിലും കൊണ്ടുപോയി ജീവിതം അവസാനിപ്പിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് അനുവാദമില്ല നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരുണ്ട്. അള്ളാഹുരുടെ ഒക്കെ പരലോകം സ്വർഗീയ ആരാമങ്ങളിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ ഇപ്പം മരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ,
ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സകല പാപങ്ങളും നീ പുറത്തു തരണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.